ടു ഫോക്സ് മീഡിയ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. റീൽ ആൻഡ് റിയൽ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ആദ്യത്തെ അതിഥി അരനൂറ്റാണ്ട് കാലത്തോളം നാടകരംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന, ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. എല്ലാവർക്കും സുപരിചിതനാണ്. നിലമ്പൂർ മണിയേട്ടനാണ്. മണിയേട്ട, ടു ഫോക്സിലേക്ക് സ്വാഗതം. മണിയേട്ട, എത്ര വർഷമായി മണിയേട്ടന് ഈ നാടകരംഗത്ത് തുടങ്ങിയിട്ട്? പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ കൃത്യം പറഞ്ഞാൽ 47ാമത്തെ വർഷമാണ്. 47 വർഷമായി. ശരിക്കും അരനൂറ്റാണ്ടല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ശരിക്കും മണിയേട്ടൻ വളരെ സംതൃപ്തനാണ് ഈ നാടകരംഗത്ത്. 100% സംതൃപ്തനാണ്. ഈ പഴയ കാലത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ. ഇപ്പൊ നാടകമൊക്കെ മാറി വളരെ എല്ലാം പൊതുവെ നമ്മൾ കാലം തന്നെ മാറിയില്ലേ, എല്ലാം മാറിയതനുസരിച്ചുള്ള മാറ്റം നാടകത്തിനുണ്ട്. ശരിക്കും മണിയേട്ടൻ്റെ തുടക്കകാലത്തെ കുറിച്ചൊന്ന് പറയാൻ. തുടങ്ങുന്നത് ഞാൻ നിലമ്പൂർ ആയിഷയാണല്ലോ നമ്മുടെ നാടിൻ്റെ പഴയ കല, ഏറ്റവും പഴയതും അന്നത്തെ ഇന്നത്തെയും വലിയ കലാകാരൻ. അവരുടെ ആയിട്ടുള്ള സഹവാസം കാരണം നാടകമായിട്ട് ചെറുപ്പത്തിൽ മനസ്സുകൊണ്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു 10-20 വയസ്സായപ്പോൾ അവർ സ്വന്തമായിട്ടൊരു നാടക സമിതി തുടങ്ങി ഇവിടെ, ജ്യോതി തിയേറ്റേഴ്സ്, നിലമ്പൂർ തന്നെ. പുറത്തുനിന്ന് ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ തുടങ്ങി. അപ്പോൾ അതിൽ എന്നെയും കൂടെ ക്ഷണിച്ചു. അന്ന് ഞാൻ പയ്യനാണ്, 10-21 വയസ്സുള്ള ഒരാൾ. പഠിക്കുന്ന സമയം, പഠിപ്പ് കഴിഞ്ഞു. അങ്ങനെ ഈ നാടകത്തിൽ വന്നു. പക്ഷേ ഐഷാത്താടെ ചില സാമ്പത്തിക പ്രശ്നം കാരണം അത് 2 കളിയോടെ, നിലമ്പൂർ രാജേശ്വരിയിലൊരു കളി, മഞ്ചേരി ശ്രീകൃഷ്ണയിൽ ഒരു കളി. ഐഷാത്താക്കൊരു ഇഷ്യൂ ഒക്കെ ഉള്ള സമയത്താണ് അത് സ്റ്റാർട്ടിങ്? അല്ലല്ല, അയ്യോ, അതിനൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം. പിന്നീട് നാടകമായിട്ട് ഒരു വലിയ അമച്ചർ നാടകങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ ഓരോ തമാശയ്ക്ക് ഓരോ നാടകങ്ങൾ ഇങ്ങനെ. പിന്നീട് ഞാൻ ആൻഡമാനിലേക്ക് പോയി, ആൻഡമാൻ ദ്വീപിലേക്ക്. ശരിക്കും ഹിന്ദി പഠിക്കാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത്. അവിടെ എൻ്റെ കുടുംബ ബന്ധങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അപ്പോഴേക്കും ഇവിടെ നാടകത്തിന് നല്ല പ്രസക്തി ഉണ്ടായ കാലമാണ്. അങ്ങനെ തിരിച്ച് ഒരു ലീവിൽ നാട്ടിലെത്തിയപ്പോൾ ഈ കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സാണ് അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സമിതി. അത് നമ്മുടെ കോഴിക്കോട് സമീപ പ്രദേശത്തുള്ളത്. അവിടെ MT വാസുദേവൻ നായർ ആദ്യമായിട്ടൊരു നാടകം എഴുതി സംവിധാനം ചെയ്തു, ഗോപുര നടയിൽ. അപ്പോൾ ആ നാടകം കാണാൻ വേണ്ടി ഞാൻ കൊയിലാണ്ടി തിയേറ്ററിൽ സിനിമാ തിയേറ്ററിൽ പോയതാണ്. കൂടെ വിജയലക്ഷ്മി ചേച്ചി, ഈയിടെ മരിച്ച ബാലേട്ടൻ്റെ വൈഫ് ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ ചെന്നതുകൊണ്ട് നടനായിരിക്കുമല്ലോ. അപ്പോൾ MT അന്ന് ഇത്ര ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടില്ല. MT ഇത്രയും തിരക്കുള്ള നമ്മളിപ്പോൾ അതിന് ശേഷം കണ്ട MT അല്ല. അത്യാവശ്യം ചില വർക്കുകൾ സിനിമ ചെക്ക് ചെയ്യും, നന്നായിട്ട് എഴുതും. ഇപ്പോൾ MT അന്ന് നാടകം കാണാനുണ്ട്. നാടകം കാണാനല്ല, നമ്മുടെ സദസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ചോദിച്ചു, ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമാണോ ചോദിച്ചു. അപ്പോൾ ചോദിക്കുന്നത് MT അല്ലേ. അപ്പോൾ ലീഡ് പൊട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആൻഡമാനിൽ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ ഉടനെ എനിക്ക് കഴിയില്ല, ഒരു 6 മാസമെങ്കിലും കഴിയും. ഇപ്പോഴത്തെ ഈ നാടകത്തിലല്ല, PWD, സെൻട്രൽ PWD. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാണ് പുതിയ നാടകം വരുന്നത്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള തുടക്കം MTയുടെ കൂടെയാണ് തുടക്കം. അതും ആദ്യമായിട്ട് കളിച്ച നാടകത്തിന് ഫസ്റ്റ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ 5 അവാർഡുകളാണ് ആ നാടകത്തിന്. പിന്നെ അതിനുശേഷം എത്ര നാടകങ്ങൾ? ഏകദേശം ഒരു 40-ലേറെ പ്രൊഫഷണൽ നാടകങ്ങൾ അഭിനയിച്ച് കാണും. പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ 4 വർഷം കോഴിക്കോട് സംഗമത്തിൽ നിന്നതിന് ശേഷം എന്നെ നാടക ആചാര്യനായ സാക്ഷാൽ ശ്രീ NN പിള്ള സാറ് അദ്ദേഹത്തിന്റെ സമിതിയിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ 7 വർഷം 7 നാടകങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. എന്നിലെ നടൻ പുഷ്ടിപ്പെട്ടത് ജീവിതമാർഗമായി മാറി. പിന്നീട് ഇന്ന് വരെ 47 വർഷമായിട്ട്. ആദ്യത്തെ നാടകത്തിന് എത്ര പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും? 30 രൂപ. 30 രൂപ. ഇന്നിപ്പോ എത്ര ഉണ്ടാവും? ഇപ്പോ അല്ല, 3500 രൂപ. ഇതുവരെയും ഒരു സിനിമയിലേക്ക് സിനിമ എൻ്റെ മേഖലയല്ല.
നമ്മൾ സാധാരണ എല്ലാവരും ഇപ്പോൾ കൊച്ചിൻ കിന്നസ, കൊച്ചിൻ കലാഭവന് അതിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ അവേലച്ചന്റെ ഇതിലൊക്കെ വന്നത്, അതെ. അവരൊക്കെ ഇതിൽ നിന്നും സിനിമയിലേക്ക് എങ്ങനെ ചാടാം എന്നാണ് എല്ലാവരും. അത് നാടകത്തിൽ അഭിനയിക്കുന്നവരും അങ്ങനെ, തെലുഗേട്ടനൊക്കെ എല്ലാം ഒരുപാട് ആളുകൾ. പക്ഷെ മണിയേട്ടൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു, എന്റെ മേഖല ശരിക്കും മണിയേട്ടൻ നല്ല സംതൃപ്തരായി നാടകത്തിൽ അല്ലേ? അതാണ് ഏറ്റവും വലിയ 100%. ഞാനിപ്പോൾ ഇന്നീ നിലയിലെത്തിയതിന് മക്കളെ നന്നായിട്ട് പഠിപ്പിച്ചു. ജീവിതത്തിൽ ഒരു രൂപ പോലും എനിക്ക് കടമില്ല. മണിയേട്ടാ, മക്കള് എത്ര പേരാ? മക്കളുടെ കാര്യം പറയുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയുടെ കാര്യം പറയാം. എൻ്റെ ഭാര്യയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റെ ബലം. അവളാണ് കലാരംഗത്തേക്ക് എന്നെ ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ പ്രോത്സാഹനം തന്നതും ഇപ്പോഴും കൂടെ നിൽക്കുന്നതും. മൂത്ത മകൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂർ ESI മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സാണ്. അവൻ്റെ വൈഫ് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തവൻ ഇവിടെ MBA കഴിഞ്ഞ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നു. മോള് BTechും MTechും കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ റീസെന്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം ഏതാണ്? ഇപ്പോൾ കളിക്കുന്നത് ഏരീസ് കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് എന്ന ബ്രഹ്മാണ്ഡ നാടകം. അത് പഴയ ഒരു നാടകം, പണ്ട് 53 വർഷം മുമ്പ് തുടങ്ങി. ഞാൻ കണ്ടിട്ടുണ്ട് മണിയേട്ടൻ. ഞാൻ നിലമ്പൂരിൽ കളിച്ച സമയത്ത് ഞാൻ ആ നാടകം കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു 10-18 വർഷം മുമ്പ്. അത് നമ്മൾ സാധാരണ ഉത്സവപ്പറമ്പുകളിൽ കാണുന്ന പോലെ ഒരു നാടകമല്ല അല്ലേ? രണ്ട് ക്യാരക്ടറാണ് അന്ന് മണിയേട്ടൻ ചെയ്തത്. ഇവിടെ നിലമ്പൂർ കളിച്ചത് ഞാൻ ഒരു വട്ടം ഞാൻ മണിയേട്ടൻ നാടകം നാടകത്തിൽ ഡബിൾ ആക്ട് ഒക്കെ ചെയ്യാല്ലേ? ഇതിൽ ഞാൻ ത്രിബിൾ വേറെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കാരണം 130 പേരുണ്ട് സമിതിയിൽ. ഇപ്പോൾ ഓരോ ഷോ ദിവസങ്ങളിലും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും സാഹിത്യകാരന്മാരും ഇവിടെയും കൊത്തൊഴുക്കാണ്. ഞാൻ മിനിഞ്ഞാന്നൊരു ഫോട്ടോ കണ്ടു, ഒരു ഫഹദ് ഫാസിലിന്റെ കൂടെ ഫാസിലും വൈഫും വന്നിരുന്നു. പിന്നെ ഹരീഷ് പോത്തൻ, പിന്നെ അങ്ങനെ വരാത്തത് സിബി മലയിൽ, നമ്മുടെ ലാൽ ജോസ് തുടങ്ങി ഫീൽഡിലുള്ള ഏകദേശം മമ്മൂട്ടി മോഹൻലാൽ ലെവലിലുള്ള ആൾക്കാരല്ലാത്തവരൊക്കെ ഒന്നര. പക്ഷെ ഞങ്ങൾക്ക് അവരെ കാണാനും പറ്റില്ല. നമ്മൾ സെക്കൻഡ് ഷോ ഒക്കെ അവർ വരുമ്പോൾ മാത്രമേ അവരുമായിട്ട്. ഈ കാലങ്ങൾക്ക് എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും? 3 സ്റ്റേറ്റ് അവാർഡുകൾ, പിന്നെ എല്ലാം കൂടെ പ്രാദേശിക അവാർഡുകളെല്ലാം കൂടെ 68 അവാർഡുകൾ. ഇന്ത്യക്കകത്തും പുറത്തും കളിച്ചിട്ടുണ്ട് കേട്ടോ. വിദേശങ്ങളിലും പോയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇവിടെ കാശ്മീർ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നാടകം കളിച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ നാടകമൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറുപ്പകാലത്ത് ഒരു 20 വയസ്സിലൊക്കെ തുടങ്ങുന്ന ഒരുപാട് ആളുകൾ ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ വരുമ്പോ പകുതി വഴിയിൽ അതൊക്കെ ഇട്ടുപോയി. പിന്നീട് അവര് വേറെ മേഖലയിലൊക്കെ മാറിപ്പോയി. അന്ന് വരുമാനം കുറവായിരുന്നു, ഇന്നിപ്പോ പക്ഷെ അതല്ല, ഇന്നും ആ നാടകം കൊണ്ട് മാത്രം ജീവിക്കുന്നു. ഇനി മരണം വരെ ഇത് കൊണ്ട് ജീവിക്കാനാണോ മണിയേട്ടൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും. ചിലപ്പോൾ സ്റ്റേജിൽ വെച്ച് മരിച്ചാൽ പോലും അല്ല, അത് എന്താ പറയുക, പക്ഷെ ഭയങ്കര അത്ഭുതമുള്ള കേസാണ്. കാരണം ഒരുപാട് ആളുകൾ പണ്ട് അയാൾ നാടകം നടന്നായിരുന്നു, ഇയാൾ ഇങ്ങനെയായിരുന്നു പണ്ട് എന്നാണ്. ഇതല്ല, അന്നും ഇന്നും എന്നും എന്നും എന്റെ കൂടെ അഭിനയം തുടങ്ങി ആരും ജീവിച്ചിരിപ്പില്ല. അല്ല, 47 വർഷം അന്ന് നാടകം ആരംഭിച്ച് ഇന്ന് വരെ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അതെന്ന് വെച്ചാൽ നമ്മള് നിലമ്പൂരിലൊക്കെ ഒരുപാട് ഇതേപോലെ ഇപ്പോൾ നിലമ്പൂർ ബാലൻ, നിലമ്പൂർ ഐഷാത്ത, നിലമ്പൂർ മണിയേട്ടൻ, ഇങ്ങനെ നിലമ്പൂരിനെ മറ്റുള്ള ഇതിലേക്ക് എത്തിക്കുന്ന ഒരുപാട് പ്രതിഭകൾ. പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് മണിയേട്ടൻ, അത് സംശയമല്ല. ഞങ്ങളെ സംബന്ധിച്ച് മണിയേട്ടൻ അതിഥിയെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. അത് നിങ്ങളെ കൂടെ കൂടാൻ പറ്റിയത് എൻ്റെയും ഭാഗ്യം. പിന്നെ ഒരിക്കൽ 16 വർഷം മുമ്പ് ഞാൻ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അറ്റാക്ക് ഉണ്ടായി. ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് 3 മാസം റെസ്റ്റ് ചെയ്തു. അതിന് ശേഷമാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ശുക്രദശ തുടങ്ങിയത്. കാരണം ഭക്തകവി പൂന്താനം എന്ന വലിയൊരു നാടകം തിരുവനന്തപുരം അക്ഷരകല തുടങ്ങാനില്ല. അതിൽ പൂന്താനായിട്ട് അഭിനയിക്കണം. പൂന്താനത്തിന് 32 വയസ്സ്, 54 വയസ്സ്, 86 വയസ്സ്, ഇത് 3 അടങ്ങുന്നതാണ് ഈ നാടകം. അപ്പോൾ അത് വേറെ ആരും കിട്ടിയില്ല. അപ്പോൾ അവരെന്നെ വന്ന് ഈ അവസ്ഥയിലും വിശ്രമത്തിലുള്ള എന്നെ കൊണ്ടുപോയി. അപ്പോൾ പുള്ളിയൊരു വാക്ക് പറഞ്ഞു, ഗുരുവായൂരപ്പൻ്റെ നാടകമാണ്, ഗുരുവായൂരപ്പൻ കാത്തോളൂ. അതാണ് എനിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് പൂന്താനായിട്ട് അഭിനയിച്ചപ്പോഴാണ്. മാത്രമല്ല ഗുരുവായൂർ അമ്പലനടയിൽ ഇന്നേ കാലത്ത് കളിച്ച ഒരൊറ്റ നാടകത്തിന് അനുമതി കിട്ടിയിട്ടുള്ളൂ, ഈ ഒരു നാടകത്തിൽ. അത് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല, അത് കുറേ പരാമർശങ്ങളുണ്ടായി. അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ
പലരും പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് ഗുരുവായൂരപ്പൻ എനിക്കെന്ന സമ്മാനമാണ്. അതായിരുന്നു ഹെഡിങ്. അതിനെ എതിരായിട്ട് നോക്കി കുറേ ആൾക്കാർ എല്ലാം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെ പോയിട്ട് ചെയ്ത് എൻ്റെ വീട്ടിലേക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നത് ഈ അമ്പലങ്ങളിലും പള്ളികളിലും നാടകം കളിച്ചിട്ടാണ്. ഒരു മുസ്ലിം പള്ളിയിലും ഞാൻ നാടകം കളിച്ചിട്ടില്ല. ഒരു മുസ്ലിം ആഘോഷങ്ങളിൽ നാടകം കളിച്ച് അതിൻ്റെ പൈസയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗുരുവായൂരപ്പൻ്റെ സമ്മാനം തന്നെയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ 2Fox മീഡിയ എന്ന് പറഞ്ഞ റീൽ ആൻഡ് റിയൽ എന്നൊരു പ്രോഗ്രാം ഞങ്ങളിപ്പോൾ പുതിയ സ്റ്റാർട്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരുപാട് റീലുകൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയത് ഒരുപാട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങളെ ഒരുപാട് ആളുകൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. സ്വീകരിച്ചു. അപ്പൊ അതിലൂടെ ഞങ്ങൾ നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ, മണിയറിനെ പോലത്തെ പ്രഗത്ഭരായ കലാകാരന്മാരുണ്ട്. അപ്പൊ അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തുക, അവരുടെ കാര്യങ്ങളും വിശേഷങ്ങൾ അറിയാവുന്ന പ്രോഗ്രാമാണ്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ മണിയേട്ടൻ മുതൽ ഒരുപാട് സന്തോഷം. അപ്പോൾ മണിയേട്ടന്റെ വിലപ്പെട്ട സമയം ഈ ഒരു നല്ല ഒരു കൂട്ടായ്മയുടെ തുടക്കക്കാരനാവാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. തുടർന്നുള്ള എല്ലാ പരിപാടികളും നല്ല വിജയങ്ങളിലെത്തട്ടെ, പ്രേക്ഷകൻ കാണട്ടെ, അവന് ഉൾക്കൊള്ളട്ടെ. തീർച്ചയായും.